ഹലോ കൂട്ടുകാരെ, ഞാൻ വന്നുട്ടോ. ഇന്ന് നമുക്കൊരു എഗ് റൈസ് ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ അതിന് വേണ്ട ഐറ്റംസ് ഒക്കെ എടുത്തുട്ടോ. ക്യാരറ്റ്, ബീൻസ്, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഉള്ളിയും കൂടി ഉണ്ട് കേട്ടോ. അത് ഞാൻ എടുക്കാൻ മറന്നുപോയി. ആദ്യം ഇതൊക്കെ അരിഞ്ഞു വെക്കാനുള്ള തന്ത്രപ്പാടിലാണ്. ആദൂട്ടനെ ഉറക്കി കിടത്തിയിട്ടായിരുന്നു ഞാൻ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പത്തേനും നമ്മളത് ആരോ എണീച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മളൊന്നും ചെയ്യാൻ വിടൂലേ. അതെടുക്കലും ഇതെടുക്കലൊക്കെ ആയിട്ട് നമ്മളെ കൂടെ തന്നെ ആയിരിക്കേ. പിന്നെ കശിക്ക് ഒരു ക്യാരറ്റിൻ്റെ കഷ്ണമൊക്കെ കൊടുത്ത് അവനവിടെ സൈഡായി ഇരുത്തിട്ടോ. എന്നാലും കൈ ഇടയ്ക്കിടയ്ക്ക് ഇതിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ എടുക്കാൻ മറന്ന ഉള്ളി എടുത്ത് ലാസ്റ്റ് അരിഞ്ഞു കേട്ടോ. പിന്നെ ഓരോരോ ഐറ്റംസൊക്കെ പയ്യെ കഴുകിയെടുത്തേ. ആദ്യം നമ്മൾ ക്യാരറ്റ് കഴുകാൻ വേണ്ടി എടുത്തു, പിന്നെ നമ്മളെ ബീൻസ് കഴുകാനെടുത്തു. അങ്ങനെ ഓരോന്നും ഇത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം കേട്ടോ ഇങ്ങനെ സെപ്പറേറ്റ് ഒക്കെ കഴുകുക. അല്ലെങ്കിൽ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് കഴുകി വാരലാണ്. അങ്ങനെ എല്ലാം കഴുകിയൊക്കെ വൃത്തിയാക്കി എല്ലാം വേറെ ഡിവൈഡൊക്കെ ചെയ്ത് വെച്ചു കേട്ടോ. ക്യാരറ്റ് വേറെ, ബീൻസ് വേറെ, തക്കാളി, പച്ചമുളക്, ഉള്ളി, മല്ലിച്ചപ്പ് അതെല്ലാം എടുത്തു വെച്ചു കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടി ഡിവൈഡൊക്കെ ചെയ്ത് എടുത്ത് വെച്ചാണ്. അപ്പത്തേനും നമ്മളെ കിച്ചുമോൻ വരാറായേ. അങ്ങനെ ഞാനും ആദൂട്ടനും കൂടെ കിച്ചുമോനെ കൂട്ടാൻ വേണ്ടി താഴോട്ട് ഇറങ്ങി കേട്ടോ. ഇത് നമ്മളെ വീടിന് മുമ്പത്തുള്ള വ്യൂ ആണ്. ആദൂട്ടൻ ഒരേ കളിയാട്ടോ. വരുന്ന ഭാഗമൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ബാക്കി പരിപാടിയിലോട്ട് കിടന്നു കേട്ടോ. കറുകപ്പട്ട, ഗ്രാമ്പൂ അതൊക്കെ എടുത്തു വെച്ചു. പിന്നെ മസാലകൾ അധികം മസാലകളൊന്നും ഇട്ടില്ല. മല്ലി, മുളക് പൊടി, ഗരം മസാല, ഇച്ചിരി മഞ്ഞപ്പൊടി അതിൻ്റെ കൂടെ ഇട്ടു കേട്ടോ. ഇതാക്കുന്ന സമയം കിച്ചൂട്ടൻ വന്ന് കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വന്തം കുളിയൊക്കെ കഴിഞ്ഞോളൂ. അങ്ങനെ റൈസൊക്കെ എടുത്ത് അതൊക്കെ ഒന്ന് കഴുകി വാരി എടുത്തു വെച്ചു കേട്ടോ. പിന്നെ നമ്മളെ മുട്ട, ഇതിലെ മെയിൻ ഐറ്റം മുട്ട, 4 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പൊട്ടിച്ച് ഒന്ന് മിക്സാക്കി വെച്ചു. അത് കഴിഞ്ഞ് ഓയിലൊക്കെ ഒഴിച്ച് അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ വാട്ടിയിട്ടോ. നന്നായി വാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ എടുത്തു വെച്ച മസാലകളെല്ലാം കൂടി അതിലോട്ട് മിക്സ് ചെയ്ത് അത് നന്നായിട്ടൊന്ന് വയന്ന് വന്നപ്പോൾ നമ്മൾ പൊട്ടിച്ച് വെച്ച മുട്ട അതിലോട്ട് ഒഴിച്ചു കേട്ടോ. കുറച്ച് നേരം അതിങ്ങനെ മിക്സ് ആക്കാതെ വെച്ച് എൻ്റെ ലാസ്റ്റ് കുറച്ചൊന്ന് വെന്ത് കഴിഞ്ഞപ്പോൾ അതെല്ലാം കൂടെ മിക്സൊക്കെ ആക്കി കഴിഞ്ഞപ്പോഴാണ് ഒരു സത്യം ഞാൻ അറിഞ്ഞത്. തക്കാളി ഇട്ടില്ല. പിന്നെ തക്കാളി എന്താക്കി, വേറൊരു പാനിൽ ചൂടാക്കി എണ്ണ ഒഴിച്ച് നന്നായി വാട്ടിയിട്ട് ഇതിലോട്ടിട്ടിട്ട് വീണ്ടും മിക്സ് ചെയ്തു കേട്ടോ. എല്ലാം മറന്നു പോകല്ലോ. ഉള്ളി എടുക്കാൻ മറന്നു, തക്കാളി എടുത്ത് വെച്ചത് ഇടാൻ മറന്നു. പിന്നെ അടുത്ത കുക്കറിൽ നമ്മൾ റൈസ് എണ്ണയൊക്കെ ഒഴിച്ച്, നെയ്യും എണ്ണയൊക്കെ ഒഴിച്ച്, കറുകപ്പട്ടയൊക്കെ നേരത്തെ എടുത്ത് വെച്ചതിന് മാറ്റി വെച്ചതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്ന സമയത്ത് പിന്നെ അതിലോട്ട് എടുത്ത് വെച്ച അളന്ന് വെച്ച വെള്ളം ഒഴിച്ചു കേട്ടോ. വെള്ളം ഒഴിച്ച് അത് കഴിഞ്ഞിട്ട് ഇച്ചിരി ഉപ്പും, അതിന് വേണ്ട ഉപ്പും നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ച്, അത് കഴിഞ്ഞിട്ട് പിന്നെന്താ നമ്മൾ ഇച്ചിരി മല്ലിച്ചപ്പ് അരിഞ്ഞു വെച്ചതും ഇച്ചിരി കുറച്ച് മഞ്ഞപ്പൊടിയും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വെളുത്തിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തായാലും മസാലയൊക്കെ വരുമ്പോൾ ഇതാവുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളെ ഐറ്റം റെഡിയായേ. എന്നിട്ട് ഞാനിത് മിക്സ് ആക്കാൻ വേണ്ടിയിട്ടൊരു ബേസനിലോട്ട് ഒരു ചെരുവത്തിലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെരുവല്ല, ഉരുളിയിലോട്ട്. അങ്ങനെ മസാല ഇത് രണ്ടും കൂടെ നന്നായി മിക്സ് ആക്കിയേ. കാണാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. രുചിയിലും വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു പൊടിക്ക് വെള്ളം കൂടിയോ എന്നൊരു സംശയം. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മളെ കുട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കിച്ചുമോന് അപ്പത്തേനും കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കിച്ചുമോനും കുട്ടനും ആദൂട്ടനും എല്ലാം കൂടി ഭക്ഷണമൊക്കെ കൊടുത്തു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.